സോ ഗൈസ്, ഞാൻ ഇന്നൊരു കൊട്ടം ബാഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബാഗ്സ്. എൻ്റെ കുറച്ച് ബാഗ്സ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ലെറ്റ്സ് ഗോ. നമുക്ക് ഓരോ ബാഗായിട്ട് കാണാം. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാമല്ലോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാഗ് വന്നിട്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസിൽ ഒക്കെ പോകുന്നവർക്ക് ഭയങ്കര അടിപൊളി സാധനമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ലിങ്ക് ചോദിക്കരുത്, കാരണം ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴത്തേന് കൊണ്ടുതന്നതാണ്. ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനമാണ്, അതുകൊണ്ട് ലിങ്കില്ല. നമുക്ക് ഇത് ഇട്ട് നോക്കിയിട്ട് പറയാം. അപ്പം ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കല്ലാണ്. പിന്നെ നമുക്ക് ഈ ലാപ്പൊക്കെ വയ്ക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കുഞ്ഞു കല്ല് കൂടി വരും. പിന്നെ ഇവിടെ ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ബാക്കിലും ഒരു ചെറിയതുണ്ട്. സോ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നീട്ടിയിടണമെങ്കിൽ ഇവിടുന്ന് ചെയിനുണ്ട്. അപ്പം ഫുള്ളായിട്ടാണെങ്കിൽ ഇങ്ങനെ നമുക്കിടാം. സോ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ് വന്നിട്ട്. സോ നേരത്തെ കണ്ട ആ ബാഗിൻ്റെ തന്നെ സെയിം വേറൊരു മോഡലാണ് ഇത്. ഇത് വന്നിട്ട് ജൂട്ടിൻ്റെ ഒക്കെ പോലത്തെ മെറ്റീരിയലാണ് വരുന്നത്. സെയിം ഇതിനും അകത്ത് ഒറ്റ വലിയ കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ലാപ്പൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്പേസുണ്ട്. ഇതെനിക്ക് നേരത്തെ ഓഫീസിൽ നിന്ന് വിമൻസ് ഡേക്ക് നമുക്ക് കിട്ടിയതാണ്. ഇത് ഈ ഡ്രസ്സിൽ നിന്നിട്ട് മാച്ചായി പോകുന്നുണ്ടല്ലേ, നമുക്ക് നൈസാണ്. ഇതാണ്. ഇത് നമുക്ക് വേണേൽ സൈഡായിട്ട് യൂസ് ചെയ്ത് ഒറ്റതായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി ലെങ്തായിട്ട് കിടക്കാനാണ് എനിക്കിഷ്ടം പേഴ്സണലി. സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇത് എന്നോട് നല്ല മാച്ചായിരുന്നു, കൊള്ളാം. പിന്നെ അടുത്തതും ഒരു അടിപൊളി ഓഫീസ് യൂസിന് പറ്റിയ ബാഗാണ്. ഇപ്പം നമുക്ക് ലാപ്ടോപ്പ് ഒന്നുമില്ല, അധികം സാധനങ്ങളൊന്നും ക്യാരി ചെയ്യണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഭയങ്കര ഒരു ബാഗാണ് ഇത്. ഓൾറെഡി എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബിലും കണ്ടിട്ടുണ്ടാവും. വലിയ റേറ്റും വരുന്നില്ല, എനിക്ക് തോന്നുന്നു 250 സംതിങ്, 230 250 ആ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ സംഭവം നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ്. നല്ല വെയിറ്റ് അത്യാവശ്യം താങ്ങോട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. ഇപ്പോൾ നമ്മൾ ക്യാഷ്വൽസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓഫീസിലൊന്നുമല്ല പോകുന്നത്, കുറച്ചുകൂടി ജീൻസ് ടോപ്പ്, അതുപോലെ തന്നെ ഇതുപോലത്തെ മാക്സി അങ്ങനത്തെ സാധനങ്ങളാക്കിയിട്ട് നമ്മൾ ക്യാഷ്വലായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോഴത്തേനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണ് ഇത്. സംഭവം തുണിയുടെയാണ് വരുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ പറഞ്ഞ ഇതിനകത്ത് ഒരൊറ്റ സ്പേസേ ഉള്ളൂ വലുത്, പക്ഷെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. നല്ല വലുതാണ്. നമുക്കപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോകാം. സംഭവം ഇതും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫ്രീ യുവർ മൈൻഡ്. പിന്നെ നല്ല കളർഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഒരു ബീച്ച് വൈബൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാരിപ്പറക്കിടാൻ പറ്റും. അപ്പോൾ നല്ല കളിക്കാൻ പറ്റുന്ന ഭയങ്കര ട്രെൻഡിങ് ബാഗാണ്. ഇതും തുണിയുടെ ബാഗാണ്, സഞ്ചിയിലെ. ഇതും അത്യാവശ്യം നമ്മൾ ക്യാഷ്വൽസൊക്കെ ആയിട്ട് കുറച്ച് ഫ്രീക്ക്, ഒരു കൊറിയൻ വൈബ്, ഭയങ്കര എന്താ പറയുക, ഒരു പൂക്കി സ്റ്റൈലൊക്കെയാണ് ഈ കാണുന്ന ബാഗ്. ഇത് നമുക്ക് ജീൻസ് ടോപ്പ്, അതുപോലെ തന്നെ നല്ല
ഇതൊക്കെയായിട്ട് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു അടിപൊളി ബാഗാണ്. പിന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നുമില്ല കൊണ്ടുപോകാനായിട്ട്. ജസ്റ്റ് ഒരു ഫോണും ഒരു കുറച്ച് പൈസയൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഈ ഒരു സാധനം മതി. കുറച്ച് ചെറിയ സാധനമാണ്. നമുക്ക് ചെറിയ സാധനമാണ് ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനകത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. പക്ഷെ എനിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവായതാണ്, മീൻസ് എന്നെ സംബന്ധിച്ചിട്ട് ഇതിന് നീളം കുറവായതാണ്. നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, സോ ഇന്നത്തെ ബാഗ് വീഡിയോ അത്രയേ ഉള്ളൂ. ബാഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ഉള്ളതിൻ്റെയൊക്കെ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഞാൻ എന്തൊക്കെയാണ് പറയണേ, ലിങ്ക് എന്തിൻ്റെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് ഞാൻ എന്നോട് ചോദിച്ചാൽ മതി. ലിങ്ക് ഓൺലൈൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.